കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ തന്റെ സ്വകാര്യ വിമാനത്തിൽ ഇന്ത്യയിലേക്ക് പറന്നിറങ്ങിയിരുന്നല്ലോ. വെറും 2 മണിക്കൂർ മാത്രമായിരുന്നു ആ സന്ദർശനം. അതിനെക്കുറിച്ച് എല്ലാവരും ചർച്ച ചെയ്തതാണ്. എന്നാൽ ലോകത്തെ ഏറ്റവും തിരക്കുള്ള ഒരു ഭരണാധികാരി തന്റെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് വെറും 120 മിനിറ്റിന് വേണ്ടി ഇന്ത്യയിലേക്ക് വരണമെങ്കിൽ അതിന് പിന്നിലെ രഹസ്യം ശരിക്കും എന്തായിരിക്കും? ഇതൊരു സാധാരണ സന്ദർശനമല്ല. ഇത് ഇന്ത്യയുടെ നയതന്ത്ര ചരിത്രത്തിലെ മിന്നൽ പ്രഹരമാണ്. ലോകം മുഴുവൻ സാമ്പത്തിക മാന്ദ്യത്തെ ഭയപ്പെടുമ്പോൾ ഇന്ത്യയിലേക്ക് കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം കൊടുക്കാൻ അറബ് ലോകം തയ്യാറെടുക്കുകയാണ്. എന്താണ് ആ 2 മണിക്കൂറിൽ ഇവിടെ സംഭവിച്ചത്? അതുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മോദിയും നെഹ്യാനും തമ്മിൽ നടത്തിയ രഹസ്യ ചർച്ചകളിൽ ഇന്ത്യയുടെ ഭാവി എങ്ങനെയാണ് മാറ്റിമറിക്കപ്പെട്ടത്? ഇന്ത്യ ഇന്ന് ലോകത്തെ നിയന്ത്രിക്കുന്ന ശക്തിയായി മാറുകയാണ്. ഈ ചോദ്യങ്ങൾക്കുള്ള എല്ലാ ഉത്തരവും ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അവസാനം വരെ കാണുക, കാരണം ഇത് ഓരോ ഇന്ത്യക്കാരനും അറിഞ്ഞിരിക്കേണ്ട അഭിമാന നിമിഷമാണ്. നയതന്ത്ര ലോകത്ത് പ്രോട്ടോകോൾ എന്നത് മാറ്റാൻ കഴിയാത്ത ഒന്നാണ്. എന്നാൽ നരേന്ദ്രമോദി എന്ന നേതാവ് ആ നിയമങ്ങളെല്ലാം തിരുത്തിക്കുറിച്ചു. പ്രസിഡന്റ് എത്തുമ്പോൾ വിമാനത്താവളത്തിൽ പോയി സ്വീകരിക്കേണ്ടത് പ്രധാനമന്ത്രിയുടെ ചുമതലയല്ല. എന്നാൽ മോദി അവിടെ എത്തി തന്റെ സുഹൃത്തിനെ കെട്ടിപ്പിടിച്ച് സ്വീകരിച്ചു. എന്റെ സഹോദരനെ സ്വീകരിക്കാൻ എത്തി എന്ന് അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. എന്തുകൊണ്ടാണ് ഈ ബന്ധം ഇത്രയും ഗാഢമാകുന്നത്? 10 വർഷം മുമ്പുള്ള ഇന്ത്യ ഒന്ന് ഓർത്തു നോക്കൂ. അന്ന് നമ്മൾ എണ്ണയ്ക്കായി അറബ് രാജ്യങ്ങളെ കൈകൂപ്പി വണങ്ങിയ ഒരു സമയമുണ്ട്. എന്നാൽ ഇന്ന് ആ ചിത്രമെല്ലാം മാറി. ഇന്ന് അവർക്ക് ഇന്ത്യയെ ആവശ്യമാണ്. യുടെ ചരിത്രത്തിൽ ഒരു വിദേശ നേതാവിനോട് ഇത്രയും അടുത്ത ബന്ധം പുലർത്തുന്നത് ഇത് ആദ്യമായിട്ടുമാണ്. ഇരുവരും ഒരേ കാറിൽ യാത്ര ചെയ്തത് വെറും ഒരു യാത്രയല്ല, മറിച്ച് ഇന്ത്യയും യും ഒരേ പാതയിലാണെന്ന ലോകത്തോടുള്ള സന്ദേശം കൂടിയാണ്. ഇനി നമുക്ക് ഇതിന്റെ ഭൗമരാഷ്ട്രീയ അഥവാ ജിയോ പൊളിറ്റിക്കലിന്റെ പ്രാധാന്യം നോക്കാം. ഇറാൻ അമേരിക്ക സംഘർഷം ആദ്യം എടുത്തു നോക്കാം. ഇറാനും അമേരിക്കയുള്ള ബന്ധം വളരെ വഷളായി നിൽക്കുകയാണല്ലോ. പിന്നെ യമൻ വിഷയത്തിൽ അറബ് ലോകത്തെ 2 കരുത്തർ തമ്മിൽ ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ നിലനിൽക്കുന്നുമുണ്ട്. ഇനി ഗാസയിലേക്ക് വന്നാൽ മിഡിൽ ഈസ്റ്റിലെ സമാധാനം തകർന്നിരിക്കുകയാണ്. ഈ 3 കരലുകൾക്കിടയിലാണ് പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് എത്തുന്നത്. എന്തുകൊണ്ട് അദ്ദേഹം വാഷിംഗ്ടണിലേക്കോ ലണ്ടനിലേക്കോ ഒന്നും പോയില്ല? കാരണം ഇന്ന് ലോകത്ത് ഏത് പക്ഷത്തുള്ളവരോടും സംസാരിക്കാൻ കഴിയുന്ന ഒരേ ഒരു രാജ്യം നമ്മുടെ ഭാരതമാണ്. റഷ്യയോടും ഉക്രൈനോടും ഒരുപോലെ സംസാരിക്കാൻ മോദിക്ക് കഴിയുമെങ്കിൽ ഇറാനോടും യോടും ഒരുപോലെ സംസാരിക്കാൻ മോദിക്ക് കഴിയുമെന്ന് അറബ് ലോകത്തിന് നല്ലതുപോലെ അറിയാം. ഇന്ത്യ ഇന്ന് പശ്ചിമേഷ്യയിലെ സമാധാനത്തിന്റെ പാലമായി മാറിയിരിക്കുകയാണ്. ഈ സന്ദർശനം ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്വാധീനം എത്രത്തോളം വർദ്ധിച്ചു എന്ന് തന്നെ തെളിവുമാണ്. കണക്കുകളിലേക്ക് വരുമ്പോൾ ആരും ഞെട്ടിപ്പോകും. ഇന്ത്യയും യും തമ്മിലുള്ള വ്യാപാര കരാർ അഥവാ CPA ഇത് വെറും ഒരു കടലാസ് കരാറല്ല. ഇതിന്റെ ലക്ഷ്യം 2032ഓടെ $200 ബില്യൺ വ്യാപാരം, അതായത് ഏകദേശം 16 ലക്ഷം കോടി രൂപയുടെ ബിസിനസ്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട പദ്ധതികളുണ്ട്. ഭാരത് മാർട്ട് ദുബായിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കായി ഒരു വലിയ വിപണി ഒരുങ്ങുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ചെറുകിട വ്യാപാരികൾക്ക് തങ്ങളുടെ സാധനങ്ങൾ ലോകം മുഴുവൻ വിൽക്കാനായി ഈ പദ്ധതിയിലൂടെ സാധിക്കും. ഇനി ഭാരത് ആഫ്രിക്ക സേതു അഥവാ യുടെ സഹായത്തോടെ ആഫ്രിക്കൻ വിപണി കീഴടക്കാൻ ഇന്ത്യ തയ്യാറെടുക്കുന്നു. അറബ് പണം ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഉപയോഗപ്പെടുത്തുന്നു. വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, റെയിൽവേ എന്നിവയിൽ കോടികളാണ് നിക്ഷേപിക്കുന്നത്. ഇത് ഇന്ത്യയുടെ GDP കുതിച്ചുയരാനായി കാരണമാകും. ഇന്ത്യയുടെ ഏറ്റവും വലിയ വെല്ലുവിളി ഇന്ധന വിലയാണ്. എന്നാൽ മോദി സർക്കാർ ഇവിടെയും ഒരു മാസ്റ്റർ പ്ലാൻ ഒരുക്കിയിട്ടുണ്ട്. HPCL-ഉം അഡ്നോക് ഗ്യാസും തമ്മിലുള്ള 10 വർഷത്തെ കരാർ ഒരു സാധാരണ ഇടപാടല്ല. 2028 മുതൽ ലക്ഷക്കണക്കിന് ടൺ ഗ്യാസ് ഇന്ത്യയിലേക്ക് വരും. യുദ്ധം കാരണം ലോകത്ത് എവിടെ എണ്ണവില കൂടിയാലും ഇന്ത്യക്ക് തടസ്സമില്ലാതെ ഇന്ധനം ലഭിക്കുമെന്ന് ഈ കരാർ ഉറപ്പാക്കുന്നുണ്ട്. കൂടാതെ ഡിജിറ്റൽ രംഗത്ത് ഇന്ത്യ കീഴടക്കി എന്ന് വേണം പറയാൻ. ഇന്ത്യയുടെ UPI സാങ്കേതിക വിദ്യ അംഗീകരിച്ചു കഴിഞ്ഞു. ഇനി യിൽ പോകുന്ന ഒരു ഇന്ത്യക്കാരൻ രൂപയിൽ പണമിടപാട് നടത്താൻ സാധിക്കും. ഡോളറിനെ ആശ്രയിക്കാതെ തന്നെ വ്യാപാരം നടത്താനുള്ള ഈ നീക്കം അമേരിക്കയെ പോലെയുള്ള വൻ ശക്തികളെ പോലും അമ്പരപ്പിക്കുന്നുണ്ട്. ഈ കൂടിക്കാഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ സന്ദേശം ഭീകരവാദത്തിനെതിരെയുള്ള നിലപാടാണ്. അതിർത്തി കടന്നുള്ള ഭീകരവാദം എന്ന് ഇന്ത്യ പറയുമ്പോൾ അതിന്റെ ലക്ഷ്യം പാകിസ്ഥാനാണെന്ന ലോകത്തിന് മുഴുവനും അറിയാം. ഒരിക്കൽ പാകിസ്ഥാനെ അടുത്ത സുഹൃത്തുക്കളായിരുന്ന അറബ് രാജ്യങ്ങൾ ഇന്ന് ഇന്ത്യക്കൊപ്പം നിന്ന് ഭീകരവാദത്തെ അപലപിക്കുകയാണ്. ഒന്ന് ഓർത്തു നോക്കുക, ആ മാറ്റം നിസ്സാരമല്ല. ഭീകരതയെ പോഷിപ്പിക്കുന്നവർക്കോ ധനസഹായം നൽകുന്നവർക്കോ ഒരു രാജ്യവും സുരക്ഷിത താവളം ഒരുക്കരുത് എന്ന് പ്രസിഡന്റ് ഇന്ത്യയിൽ വെച്ച് പ്രഖ്യാപിക്കുമ്പോൾ അത് പാകിസ്ഥാന്റെ നയതന്ത്ര പരാജയവും ഇന്ത്യയുടെ വൻ വിജയവുമാണ്. ഇതത്ര നിസ്സാരമായി ആരും കണക്കാക്കരുത്. അറബ് ലോകം ഇന്ന് ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്നത് ചെറിയ കാര്യമല്ല. ഒരു 10 വർഷം മുമ്പ് ഇന്ത്യയുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമെങ്കിൽ അപ്പൊ തീർച്ചയായും അത്ഭുതം തോന്നും. എന്തുകൊണ്ടാണ് ഈ 10 വർഷത്തിനിടെ 5 തവണ പ്രസിഡന്റ് ഇന്ത്യയിൽ എത്തിയത്? പണ്ട് നമ്മൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് തൊഴിലാളികളെ അയക്കുന്ന രാജ്യം മാത്രമായിരുന്നു, അറിയാലോ. ഇന്ന് നമ്മൾ അവർക്ക് സാങ്കേതിക വിദ്യ നൽകുന്ന, സുരക്ഷ നൽകുന്ന, നിക്ഷേപത്തിന് അവസരം നൽകുന്ന വലിയൊരു വിപണി കൂടിയാണ്. നരേന്ദ്രമോദിയുടെ വ്യക്തിപരമായ ബന്ധങ്ങൾ ഇന്ത്യയുടെ വിദേശ നയത്തെ മാറ്റിമറിച്ചു. ലോക നേതാക്കൾക്കിടയിൽ ഇന്ത്യക്ക് ഇന്ന് ഒരു പ്രത്യേക ഇരിപ്പിടമുണ്ട്.
അറബ് ഷെയ്ഖുമാർ മോദിക്ക് മുന്നിൽ വരുന്നത് കേവലം ബിസിനസിന് വേണ്ടിയല്ല, മറിച്ച് ഇന്ത്യയുടെ കരുത്തിനെ അവർ ഭയപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ്. ഇന്ത്യ ഇന്ന് ഒരു ലോക ഗുരുവായി, വിശ്വഗുരുവായി മാറിക്കൊണ്ടിരിക്കുന്നു. വെറും 2 മണിക്കൂർ കൊണ്ട് നടന്ന ഈ ഒരു കൂടിക്കാഴ്ച ഇന്ത്യയുടെ അടുത്ത 20 വർഷത്തെ വളർച്ചയുടെ അടിത്തറ കൂടിയാണ്. ലോകം യുദ്ധത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇന്ത്യ വികസനത്തെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. മോദി എന്ന നയതന്ത്രത്തിന്റെ ഓരോ നീക്കവും ഇന്ത്യയെ ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കാനുള്ളതാണ്. അറബ് ലോകം ഭാരതത്തിന്റെ കരുത്തിന് മുന്നിൽ കൈകോർക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും അഭിമാനിക്കണം. തീർച്ചയായും നമ്മുടെ രാജ്യത്തിന്റെ ഈ ഒരു വലിയൊരു ചുവടുവെപ്പ്, വലിയൊരു മാറ്റം നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് വേണം കാണാൻ. ഇവിടെയാണ് നമ്മൾ ലോകത്തെ മറ്റ് വൻ ശക്തികളുമായി ഇന്ത്യയെ താരതമ്യം കൂടി ചെയ്യേണ്ടത്. ഒരു വശത്ത് ചൈനയെ നോക്കൂ, കടക്കണിയിൽപ്പെടുത്തി രാജ്യങ്ങളെ വിഴുങ്ങുന്ന ഡെബിറ്റ് ട്രാപ്പ് നയമാണ് അവരുടേത്. പാകിസ്ഥാനെയും ശ്രീലങ്കയൊക്കെ ആഫ്രിക്കൻ രാജ്യങ്ങളെയൊക്കെ സഹായിക്കാനെന്ന വ്യാജേന അവിടെ ചെന്ന് അവരുടെ ഭൂമിയും തുറമുഖങ്ങളും ഒക്കെ തട്ടിയെടുക്കുന്ന ചൈനീസ് മോഡൽ ഇന്ന് ലോകത്തിന് മുന്നിൽ നാണം കെട്ട് നിൽക്കുകയാണ്. അറബ് രാജ്യങ്ങൾ പോലും ഇത് ചൈനയെ സംശയത്തോടെയാണ് കാണുന്നത്. കാരണം ചൈനയ്ക്ക് വേണ്ടത് വിഭവങ്ങൾ മാത്രമാണ്, സൗഹൃദമല്ല. എന്നാൽ ഇന്ത്യ അങ്ങനെയല്ല. നരേന്ദ്രമോദി മുന്നോട്ട് വെക്കുന്നത് വിശ്വാസത്തിന്റെ നയതന്ത്രമാണ്. നമ്മൾ ആരെയും ചതിക്കാറില്ല, പകരം ഒപ്പം നിന്ന് വളരാനാണ് ആഗ്രഹിക്കുന്നത്. ചൈനയുടെ ചതിക്കുഴികൾ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് UAE ഇത് ചൈനയേക്കാൾ ഉപരിയായി ഭാരതത്തിൽ വിശ്വാസം അർപ്പിക്കുന്നത്. മറുഭാഗത്ത് അമേരിക്കയുടെ അവസ്ഥ എങ്ങനെയാണ്? ദശാബ്ദങ്ങളായി മിഡിൽ ഈസ്റ്റിൽ ആധിപത്യം പുലർത്തിയിരുന്ന അമേരിക്ക ഇന്ന് അവിടെ വെറും നോക്കുകുത്തിയായി മാറിക്കഴിഞ്ഞു. ട്രംപിന്റെ വരവോടെ ഇപ്പോൾ ആ ഒരു വില നഷ്ടപ്പെട്ടു. എവിടെയൊക്കെ അമേരിക്ക കൈകടത്തിയിട്ടുണ്ടോ അവിടെയൊക്കെ യുദ്ധവും കണ്ണീരും നഷ്ടങ്ങൾ മാത്രമാണ് അവശേഷിച്ചിട്ടുള്ളത്. ഇറാഖിലായാലും ലിബിയയിലായാലും ഇപ്പോ മഡൂറോയുടെ വെനസ്വേലയിലായാലും അഫ്ഗാനിസ്ഥാനിലായാലും അമേരിക്കയുടെ ജനാധിപത്യ സംരക്ഷണം വെറും പ്രഹസനം മാത്രമാണ്. ഇത് ലോകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അറബ് രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ട് അവരെ നിയന്ത്രിക്കാൻ ശ്രമിച്ച വാഷിംഗ്ടണിലെ ഭരണാധികാരികൾക്ക് ഇന്ന് പശ്ചിമേഷ്യയിൽ യാതൊരു വിലയുമില്ല. അമേരിക്കൻ ഡോളറിനെ ആയുധമാക്കി ലോകത്തെ ഭീഷണിപ്പെടുത്തുന്ന കാലവും അവസാനിക്കുകയാണെന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദിന്റെ ഈ ഇന്ത്യൻ സന്ദർശനം വിളിച്ചു പറയുന്നുണ്ട്. അമേരിക്ക വിരട്ടാൻ നോക്കുമ്പോഴും ചൈന ചതിക്കാൻ നോക്കുമ്പോഴും അറബ് ലോകം ഇന്ത്യയെ കാണുന്നത് ഒരു വിശ്വസ സുഹൃത്തായിട്ടാണ്. ഒരു തുള്ളി രക്തം ചിന്തിക്കാതെ, ഒരു രാജ്യത്തെയും ഭീഷണിപ്പെടുത്താതെ, കേവലം സ്നേഹത്തിലൂടെയും പരസ്പര ബഹുമാനത്തിലൂടെയും എങ്ങനെ ലോകശക്തിയാകാമെന്നാണ് ഇന്ത്യ ഇന്ന് ലോകത്തിന് കാണിച്ചു തരുന്നത്. ഒരിക്കൽ അമേരിക്കൻ ഉപരോധങ്ങളെ ഭയപ്പെട്ടിരുന്ന ഇന്ത്യ ഇന്ന് അമേരിക്കയുടെ മൂക്കിന് താഴെ വെച്ച് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നു, ആയുധങ്ങൾ വാങ്ങുന്നു, S-400 വാങ്ങുന്നു. അറബ് രാജ്യങ്ങളുമായി സ്വന്തം കറൻസിയിൽ വ്യാപാരം നടത്തുന്നു. ഇത് നട്ടലുള്ള ഒരു ഭരണകൂടത്തിന്റെ കരുത്താണ്. ലോകം ഇന്ന് 2 ചേരികളായി തിരിയുമ്പോൾ ഇന്ത്യൻ ചേരി എന്ന പുതിയൊരു ശക്തി കേന്ദ്രം രൂപപ്പെട്ടിരിക്കുന്നു. ചൈനയുടെ കൗശലങ്ങൾക്കും അമേരിക്കയുടെ അഹങ്കാരത്തിനും മറുപടി നൽകാൻ ഇന്ന് ഭാരതം പ്രാപ്തമായി കഴിഞ്ഞു. ഈ മാറ്റമാണ് ലോകത്തെ ഏറ്റവും വലിയ എണ്ണ രാജാക്കന്മാരെ വെറും 2 മണിക്കൂർ നേരത്തേക്ക് പോലും ഇന്ത്യയിലേക്ക് ഓടിയെത്താനായി പ്രേരിപ്പിക്കുന്നത്. ഇത് മോദി ഭരണത്തിന്റെ കീഴിലെ നവഭാരതമാണ്. ഇവിടെ ആർക്കും നമ്മളെ തളയ്ക്കാനാകില്ല. അത് ഇവിടെ തിരുത്തി കഴിഞ്ഞു, അതിവിടെ തെളിയിച്ചു കഴിഞ്ഞു. എന്തായാലും ഈ ഒരു അഭിമാന നേട്ടത്തെക്കുറിച്ച്, ഈ ഒരു അഭിമാന പദ്ധതിയെക്കുറിച്ച്, ഈ ഒരു അഭിമാന നീക്കത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ യാതൊരു മടിയും കൂടാതെ അഭിമാനത്തോടെ തന്നെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.